തിരുവനന്തപുരത്തേക്ക് പോകാം. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു, തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ വോട്ട് ചെയ്തോ? ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ എന്താണ് സ്ഥിതി? ഉച്ചയാവുന്നു, സമയം ചൂട് കൂടി വരികയാണ്. ആളുകൾ ഇപ്പോഴും കൂട്ടത്തോടെ എത്തുന്നുണ്ടോ? നിതീഷ്, എല്ലാ പോളിംഗ് ബൂത്തിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് ഒരു കുറവുമില്ലാതെ തുടരുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പല മേഖലകളിലെ ബൂത്തുകളിലും ശക്തമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് കൂട്ടിയ 80% പോളിംഗിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും കണക്കുകൂട്ടൽ എത്തുന്നത്. കാരണം അത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ തിരക്ക് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞാകും ഒരല്പം തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത. എന്നാലും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. യുവാക്കളടക്കം നിരവധി ആളുകൾ എത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കുടുംബസമേതം എത്തി വോട്ട് ചെയ്യുന്നവരുടെ തിരക്ക് തന്നെയാണ് കണ്ടിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പലരും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ നേതാക്കൾ AK ആന്റണി അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. AK ആന്റണി ഒപ്പം തന്നെ അനിൽ ആന്റണി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. വിവിധ നേതാക്കളും വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളിലെ ആളുകൾക്കും ഒരേ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ തന്നെ ആർക്കാകും കൂടുതൽ വോട്ട് ലഭിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ ഇവിടെ ഉണ്ടാകും. ഏതായാലും മുൻതൂക്കം ആർക്ക് എന്നുള്ളതിൽ നേരത്തെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ വോട്ടിങ്ങിന് ശേഷം അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ആറ്റിങ്ങലിൽ UDF LDF ഒരു പോര് തന്നെയാണ് മുറുകിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ പോരാട്ടം തന്നെയാണ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MPമാർ ആരൊക്കെ എന്നതിനെ തീരുമാനിക്കുന്ന ഒരു വിധി എഴുതുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ആർക്കാകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ജനങ്ങൾ തീരുമാനിച്ചത്. അതിനുശേഷം ഇനി തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമാണ് ഇനി അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇന്നത്തെ പോളിംഗ് കണക്ക് പരിശോധിക്കുമ്പോൾ വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം ശക്തമായ തിരക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം മണ്ഡലത്തിൽ 23.75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരല്പം കൂടുതലുണ്ട്. 26.03% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നല്ല ഒരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഏകദേശം 1/4 ഭാഗം വോട്ട് ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ്. അത്തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉച്ച കഴിയുമ്പോഴേക്ക് പകുതിയിലധികം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിയേണ്ട സമയമാകുമെന്ന് വ്യക്തമാകും. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണ് പല ബൂത്തുകളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ മന്ദഗതിയിലാണ് വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട്. കാരണം വോട്ടിംഗ് മെഷീനിൽ നിന്നും ശബ്ദം വരുന്ന സമയം ഒരല്പം കൂടുതലായി തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും വരുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ പോകാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറെ നേരം നിന്നതിന് ശേഷമാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ട് മടങ്ങുന്നത്. പക്ഷെ ആരും പരാതികളുമായി വരുന്നില്ല. എല്ലാവരും കൃത്യമായി അവരുടെ വോട്ട് രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാന അവകാശം അവർ നേടിയെടുത്തതിനു ശേഷം തന്നെയാണ് മടങ്ങുന്നത്. അതേതായാലും ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വൈകിട്ടോടെ തന്നെ ഒരു 70% കൂടുതൽ പോളിംഗ് എന്തായാലും ഉണ്ടാകും. പക്ഷേ 80 കടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്.